സ്തോത്രം, സ്തോത്രം. കാങ്കള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങൾ ഏറ്റിയന കാണാ. കാങ്കള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങൾ ഏറ്റിയ പ്രിയനെ കാണാറാ. എന്നോ നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. രണ്ടാമത് ദാനിയേൽ 3-ാം അധ്യായം 25-ാം വചനം ശ്രദ്ധിക്കാം. ദാനിയേൽ 3:25. അതിന് അവൻ 4 പുരുഷന്മാർ കേട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നെബൂഖദ്നേസർ രാജാവ് ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിന്ന 3 ദൈവഭക്തന്മാരെ തീയിൽ ഇട്ടുകളഞ്ഞു. പക്ഷെ അവിടെ കാണുന്നത് ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം 25-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 4-മനായ ഒരാൾ ദൈവപുത്രന് ഉത്തരയിടിയിൽ യേശു കർത്താവ് അവരോട് കൂടെ 7 വട്ടം ശക്തിയിൽ തീ വയ്ക്കപ്പെട്ട ഉലകിൽ നിൽക്കുന്നത് അവർ കണ്ട്, അവർ ദൈവത്തിന്റെ മഹത്വം കണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. They saw God's glory. അവർ കർത്താവിന്റെ മഹത്വം കണ്ട്. ദൈവ പൈതലേ, യേശുവിനെ വിശ്വസിക്കുക. നീ കർത്താവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്ന ദാനിയേലിന്റെ കൂട്ടുകാരന്മാർ 3 പേരോട് നെബൂഖദ്നേസർ ചക്രവർത്തി കൽപ്പിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം. നമസ്കരിക്കാതിരുന്നാൽ വായിക്കാം, അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ആമേൻ. കഷ്ടത, വിശ്വാസ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായ കഷ്ടത. എന്റെ ദൈവം സത്യമാകുന്നു, ഞാൻ ആരാധിക്കുന്ന ദൈവം ആത്മാവാകുന്നു. മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തുകയില്ല എന്ന് മാറി നിന്നപ്പോൾ ദേശത്തിന്റെ രാജാവ് കൽപ്പിക്കുന്നു, ഇവരെ തീയിലെടുത്തിട്ട് കളക. വിശ്വാസ ജീവിതത്തിൽ നീ അടിപതറാടെ ഉറപ്പോട് നിൽക്കുമ്പോൾ ദൈവ പൈതല് നിന്റെ ജീവിതത്തിൽ ആദ്യം കടന്നു വരുന്നത് കഷ്ടത. വചനം നമ്മ പഠിപ്പിക്കുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വചനത്തിൽ യേശു ക്രിസ്തു ആർക്ക് ഉണ്ടോ അവന് പ്രത്യാശ ഉണ്ട്. മനസ്സിലായ ദൈവമക്കൾ കരമുയർത്തി എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നോ ജീസസ്, നോ ഹോപ്പ് ബ്രദർ. യേശു ഉള്ളവന് പ്രത്യാശ ഉണ്ട്. ദൈവം ഉള്ളവന് പ്രത്യാശ ഉണ്ട്.
ഈ പ്രത്യാശ എങ്ങനെ കടന്നു വരുന്നത്? കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു. സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം അതിന്റെ അർത്ഥം, വിശ്വാസ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നില്ല എങ്കിൽ ദൈവ പൈതലേ, നിനക്ക് പ്രത്യാശയെ കുറിച്ചുള്ള ചിന്ത വേണ്ടവേ വേണ്ടാം. കഷ്ടത നിന്റെ ജീവിതത്തിൽ പ്രത്യാശയെ കൊണ്ടുവരും. കഷ്ടത കൊണ്ട് കഷ്ടത 2 തരത്തിലാണ്. 1 പത്രോസ് 2-ാം അധ്യായം 20-ാം വചനത്തിൻ പ്രകാരം, നീ ചെയ്ത കുറ്റമുഖാന്തിരം കഷ്ടത, നീ ചെയ്ത നന്മ മുഖാന്തിരം കഷ്ടത. ഹല്ലേലൂയ. നീ ചെയ്ത കുറ്റമുഖാന്തിരം നിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നു. രണ്ടാമത്, നീ നന്മ ചെയ്യുന്നത് കൊണ്ട് കഷ്ടത നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. വേദ പുസ്തകം നമ്മോട് പറയുന്നു, നീ നന്മ ചെയ്ത് കഷ്ടത അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ടല്ലോ, ദൈവം നിന്റെ മേൽ പ്രസാദം കൊള്ളുന്നു. ആകയാൽ നിന്റെ ജീവിതത്തിൽ നീ നന്മ ചെയ്ത് നിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ നീ തളർന്നു പോകരുത്, നീ പിറുപിറുക്കരുത്, നീ കർത്താവിന് വിരോധമായി ചിന്തിക്കരുത്, നീ കൂട്ടായ്മ വിട്ട് പോകരുത്. ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ, ജന്മന മുടന്തൻ, സുന്ദരവാതിൽക്കൽ ഇഹായുമായി പിശകേട്ട് കിടന്നവൻ, എത്രയോ മിത്രന്മാർ കടന്നുപോയി, എത്രയോ വിശ്വാസികൾ കടന്നുപോയി, എത്രയോ പ്രാർത്ഥനക്കാർ കടന്നുപോയി. കർത്താവിന്റെ അഭിഷക്തന്മാർ പത്രോസും യോഹന്നാനും കടന്നുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ തീ ഇറങ്ങി അവനെ ശപിക്കമാക്കി. ജന്മന മുടന്തൻ യേശുവിൻ നാമത്തിൽ കുതിച്ചെഴുന്നേറ്റ് ചാടി ദൈവത്തെ മഹത്വം നടത്തി. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് കണ്ടു നിൽക്കെ ആയിരങ്ങൾ തടിച്ചു കൂടി കർത്താവിന്റെ ഭാഗത്തിലേക്ക് കടന്നു വന്ന് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ വന്ന് അൽപ്പടത്ത് കാരണമായ പത്രോസിനെയും യോഹന്നാനെയും അടിച്ച് അവരെ ഉപദ്രവപ്പെടുത്തി. ഈ യേശുവിന്റെ നാമം ഇനി ഉച്ചരിക്കരുത് എന്ന് വിധി എഴുതി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ ക്ഷീണിച്ചു പോയില്ല, അവർ തളർന്നു പോയില്ല. യേശുവിന്റെ നാമ മഹത്വത്തിനായി ഇത്ര സാക്ഷിയായി നിൽക്കുവാൻ, ഇത്ര കഷ്ടത സഹിക്കുവാൻ എന്റെ ദൈവം ഞങ്ങളെയും കണ്ടെടുത്തുവല്ലോ എന്ന് സന്തോഷത്തോട് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ സന്തോഷപ്പെട്ട് സന്തോഷത്തോട് കടന്നുപോയി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തുവിന്റെ നാമം മഹത്വത്തിനായി നിന്റെ വീട്ടിൽ, പള്ളിയിൽ, സമൂഹത്തിൽ നീ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ നീ അധൈര്യപ്പെട്ടു പോകരുത്. നീ സന്തോഷിക്കുക. നീ ദുഃഖിച്ചു പോകരുത്. നീ സന്തോഷിക്കുക. കാരണം നിന്റെ ജീവിതത്തെ കണ്ട് പ്രസാദിക്കുവാൻ സ്വർഗത്തിലെ ഒരു ദൈവം ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനിക്കുരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനിക്കുരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ, യേശുവിനായി എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. അഗ്നി, 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 അഭിഷേകത്തി, അഭിഷേകത്തി എല്ലാരിലും കരമുയർത്തി, കരം തട്ടി
പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം നിങ്ങൾ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ആമേൻ, ആമേൻ. ക്യാൻസർ കട്ടികൾ തിറക്കുന്നു, ക്യാൻസർ കട്ടികൾ തെറിക്കുന്നു. യേശുവിൻ നാമത്തിൽ എന്റെ ഇടതുഭാഗത്തിൽ തൊണ്ടയിൽ ക്യാൻസറുമായി നിലവിളിക്കുന്ന സഹോദരിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ പുതുശക്തി വ്യാപരിക്കുന്നു. മക്കളില്ലാതെ നിലവിളിയോട് സമൂഹത്തിൽ, ഭവനത്തിൽ, പള്ളിയിൽ ഒറ്റപ്പെടുത്തപ്പെട്ട് എത്തിയിരിക്കുന്ന അനേക സഹോദരങ്ങളെ കർത്താവിട തൊടുന്ന് മക്കളില്ലാത്ത ദൈവമക്കൾ കരം ഉയർത്തിക്കൊള്ളുക. യേശപ്പ, മനസ്സലിയണമേ. അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരിലും ഇപ്പോൾ ശപിക്കപ്പെട്ട ഗർഭത്തെ അങ്ങപ്പോൾ തൊടണമേ. ഇപ്പോൾ തൊടണമേ രാജാ. ഇപ്പോൾ വിടുതലിൻ തീ. തൊട്ടതിനായി സ്തോത്രം. മൂന്നാമത് ദാനിയേൽ 3:19. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മൊഴിത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പാൻ അവൻ കൽപ്പിച്ചു. ആമേൻ. ദാനിയേലിന്റെ കൂട്ടുകാരന്മാർ 3 പേർ സത്യ നിത്യ ദൈവത്തിന്റെ വിശ്വാസത്തിൽ തന്നെ ഉറപ്പോട് നിന്നപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിക്കുന്നു, തീ നിറഞ്ഞ ചൂളയിൽ ഇവരെ ഇട്ടുകളക. അവിടെ ആത്മീക ജീവിതത്തിൽ കഷ്ടത കടന്നു വന്ന് കഷ്ടത അനുഭവിക്കുന്നവർക്കാണ് ദൈവം സ്വർഗത്തിലെ പ്രത്യാശ ഒരുക്കിയിട്ടുണ്ട്. നീ വിശ്വാസത്തിൽ കടന്നു പോകുമ്പോൾ കഷ്ടത ഉണ്ടാകുന്നു. കഷ്ടതയിൽ തന്നെ കർത്താവിനെ മുറുകെ പിടിച്ച് നീ ഉറപ്പായി നിൽക്കുമ്പോൾ ദൈവ പൈതലെ അടുത്ത് കടന്നു വരുന്ന അനുഭവം ശോധന. മനസ്സിലാകുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. 7 വട്ടം ഈ ചൂട് പിടിപ്പിക്കുവാൻ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിക്കുന്നു. ശോധന, വിശ്വാസ ജീവിതത്തിലെ ശോധന. ആർക്ക് ദൈവം ശോധന അനുവദിക്കുന്നു? സങ്കീർത്തനം 11:5 ശ്രദ്ധിക്കാം. സങ്കീർത്തനം 11:5. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കള്ളുകുടിയനെ അല്ല, ഊമ വിഗ്രഹത്തെ ചുംബിക്കുന്നവനെ അല്ല, പുണ്യമാള സ്തുതി പറയുന്നവനല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന സ്വർഗത്തിലെ ദൈവം അറിയുവാൻ കൂടിയുമാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ശോധന അനുവദിക്കുന്നത്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നീ നിന്നധികം താഴ്ത്തുവാൻ, ശോധന വരുമ്പോൾ പെറുപെറുക്കാതെ, കൂട്ടായ്മ വിട്ട് ഓടാതെ, ദൈവസന്നിധി വിട്ട് പിന്മാറിപ്പോകാതെ ഇന്നും അധികം താഴ്ത്തുവാൻ. രണ്ടാമത് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നിന്റെ ഉള്ളിൽ ഉള്ളത് അപ്പോഴാണ് പുറത്ത്. കർത്താവ് ശലോമോനോട് ചോദിക്കുന്നു, നീ വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. അവന്റെ ഉള്ളിൽ ഉള്ളത് അപ്പോൾ പുറത്തു വരുന്നു. നീ ചോദിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന, നീ വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. അവനൊരു രാജാവാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ സമ്പത്ത് ചോദിച്ചില്ല, അവൻ ശത്രു സംഹാരം ചോദിച്ചില്ല,
അവൻ ദീർഘായുസ് ചോദിച്ചില്ല. അവൻ ചോദിക്കുന്നു, വിവേകം ഉള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ചിട്ടി കിട്ടണമേ എന്നല്ല, വീട് വയ്ക്കണമേ എന്നല്ല, മക്കൾക്ക് എൻട്രൻസ് കിട്ടണമേ എന്നല്ല, 10,000 രൂപ കിട്ടണേ എന്നല്ല, കല്യാണം നടക്കണേ എന്നല്ല. എനിക്ക് ആത്മ നിറവ് വേണം, അഭിഷേക നിറവ് വേണം. എനിക്ക് കർത്താവിനെ കാണണം. ആദ്യം അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും ലഭിക്കും. നിന്റെ ജീവിതത്തിൽ ദൈവം ശോധന അനുവദിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് ദൈവം അറിയുവാൻ വേണ്ടി ശോധന അനുഭവിക്കുന്നു. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ കഷ്ടത കടന്നു വരും. കഷ്ടതയിലും കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ ദൈവ പൈതല് ശോധന കടന്നു വരും. ആ ശോധനയിലും നിന്നെ താഴ്ത്തി ആത്മീയ കാര്യങ്ങൾക്ക് ആദ്യ സ്ഥാനം നൽകി കർത്താവ് തന്നെ നീ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ നിന്നിൽ ഉണ്ടാകുന്നതോ ദൃഢവിശ്വാസം. ആമേൻ. കരമുയർത്തി പറഞ്ഞാട്ടെ, ദൃഢവിശ്വാസം. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം 17-18 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിയിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. തീച്ചൂളയിൽ ഇട്ടിട്ട് നെബൂഖദ്നേസർ ദൈവഭക്തന്മാരോട് ചോദിച്ച്, ലെറ്റ് മീ സീ ഹൂ ഷാൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ ആർ വിടുവിക്കുമെന്ന് ഞാൻ കാണട്ടെ. അപ്പോൾ ഇവരുടെ മറുപടി, ഇതിന് മറുപടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. അതോട് തീർന്നില്ല പ്രിയമുള്ളവരെ. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ആമേൻ ആമേൻ. നിങ്ങൾ അനേകർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ അനുജത്തിമാർക്ക് വേണ്ടി ഞാൻ കണ്ണീരോട് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കും. പക്ഷേ അടുത്ത ആരാധനയിൽ നിങ്ങൾ എത്ര പേരെ കണ്ടെത്തും ബ്രദർ? അടുത്ത ആരാധനയിൽ എത്ര പേർ നിങ്ങൾ വരും? എത്ര പേർ വരും? ഇത് 90% കാണത്തില്ല, 90% കാണത്തില്ല. ക്രിസ്തുവിൽ നിലനിൽക്കുക. നിങ്ങളുടെ ജ്യേഷ്ഠൻ, ഞാൻ കണ്ടെത്തിരിക്കുന്ന യേശു വലിയവനാണ്. ഇവനെ വിട്ടിട്ട് ഓടിക്കളയരുത്. ഇവൻ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ ഹല്ലേലൂയ. നിന്റെ അപ്പൻ കൈയൊഴിഞ്ഞാലും, നിന്റെ അമ്മ കൈയൊഴിഞ്ഞാലും, നിന്റെ പള്ളി പാതിരി കൈയൊഴിഞ്ഞാലും, നിന്റെ മന്ത്രി കൈയൊഴിഞ്ഞാലും എന്റെ ദൈവം കൈയൊഴികയില്ല. ആമേൻ ഹല്ലേലൂയ. അല്ലെങ്കിലും ദൈവഭക്തന്മാർ സാക്ഷീകരിക്കുന്നു, അല്ലെങ്കിലും ഈ വിഗ്രഹത്തെ ഞങ്ങൾ സേവിക്കുകയില്ല. അവൻ വിടുവിച്ചാലും അല്ലെങ്കിലും ഈ ഊമ വിഗ്രഹത്തെ ഞങ്ങൾ സേവിക്കുകയില്ല. ഈ ദൈവം തന്നെ ഞങ്ങൾക്ക് മതി. കോൺഫിഡൻസ്, ദൃഢവിശ്വാസം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം 45-ാം വചനത്തിൽ 40 ദിവസങ്ങൾ മല്ലൻ ഗോലിയാത്ത് ഇസ്രായേൽ സമൂഹത്തെ നിന്ദിച്ച് ദൈവത്തെ നിന്ദിച്ചപ്പോൾ അവന് 10 അടി കൊടുക്കുവാൻ 6 ലക്ഷം യഹൂദന്മാരിൽ ഒരുത്തൻ പോലും ധൈര്യശാലിയില്ലായിരുന്നു. ദൈവത്തിന്റെ അഭിഷക്തൻ ദാവീദ് മുമ്പിൽ വന്ന്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 1 ശമൂവേൽ 17-ാം അധ്യായം 45-ാം വചനത്തിൽ ദാവീദ് പറയുന്ന വാക്കുകൾ അങ്ങ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മല്ലനോട് ദാവീദ് വെല്ലുവിളിക്കുന്നു, നീ നിന്റെ വേലും വാളും കുന്തവുമായി എന്റെ നേരെ വരുന്നു. എന്റെ കയ്യിൽ വേലില്ല, വാളില്ല, കുന്തമില്ല. എന്റെ കയ്യിൽ നീ നിന്ദിച്ചിട്ടുള്ള യഹോവയാം ദൈവത്തിന്റെ നാമമുണ്ട്. ആ നാമത്തിൽ
ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. 1 സാമുവേൽ 17:46 വായിക്കാം. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കരത്തിൽ ഏൽപ്പിക്കും. അതാണ് ദൃഢവിശ്വാസം. ദാവീദ് ഉറക്കെ നിലവിളിക്കുന്നു, യഹോവ നീ 40 നാൾ ദൈവത്തോട് വെല്ലുവിളിച്ചല്ലോ. ഈ പുഴുവായ ഘൃമിയ കർത്ത അഭിഷേകിച്ച് ഗോലിയാത്ത്, യഹോവ ഇന്ന് നിന്നെ എന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കടംഭാരം മുഖാന്തരം നിലവിളിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് നിന്റെ മുമ്പിൽ മല്ലനായി നിൽക്കുന്ന കടംഭാരത്തെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാൻ പോകുന്നു. രോഗത്തോട് നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല്ലനായ ക്യാൻസർ രോഗത്തെ ദൈവ പൈതലെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നു. ദൈവ പൈതലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന അപമാനം, പരിഹാസം, നിന്റെ ഒറ്റപ്പെടുത്തൽപ്പെടുന്ന അവസ്ഥയെ ഇന്ന് നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. ദൈവ പൈതലെ, നീ അനുഭവിക്കുന്ന ബന്ധനം, മാന്ത്രിക കെട്ടുകള് യേശു നിന്റെ കരത്തിൽ നിന്ന് ഏൽപ്പിക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൃഢവിശ്വാസം കൊള്ളുക, ദൃഢവിശ്വാസം കൊള്ളുക. ആമേൻ. നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാമോ? സാത്താനെ കണ്ട് ഭയപ്പെട്ട് നാം ദൈവത്തെ ഭയപ്പെടും. അങ്ങനെയാണ്. കടംഭാരം, പോലീസ് വന്ന് ജപ്തിയെ കണ്ട് ഭയപ്പെട്ടിട്ട് നാം ദൈവത്തെ ഭയപ്പെടും. പരീക്ഷ, SSLC പരീക്ഷ, എൻട്രൻസ് പരീക്ഷ, പരീക്ഷയെ കണ്ട് ഭയപ്പെട്ടിട്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരും. അവിടെയാണ് പറ്റുന്നത് വലിയ ദുരന്തം. അങ്ങനെയല്ല, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ അടുക്കൽ വരിക, നീ ജയിക്കും. മനസ്സിലായ ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. രോഗത്തെ കണ്ട് ഭയപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ വരുന്നതല്ല ഭക്തി. ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ വരുന്നതല്ല ദൈവഭയം. ഡോക്ടർമാർ വെടിയെഴുതും, ഇവൻ മരിച്ചു പോകും, ക്യാൻസറാണ്, അത് കണ്ട് ഭയപ്പെട്ടിട്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരും. അതല്ല സഹോദരങ്ങളെ, ഈ ദൈവത്തെ നീ ഭയപ്പെടണം. ക്രിസ്തുവിനെ നീ ഭയപ്പെടണം. ക്രിസ്തുവിനെ ഭയപ്പെട്ടിട്ട് ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്നാൽ നിനക്ക് ഉയർച്ചയാണ്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അതാണ് ദാവീദ് പറയുന്നത്, യഹോവ നിന്നെ എന്റെ കരത്തിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന എന്റെ അനുജൻ അനുജത്തിമാർ മാത്രം എഴുന്നേൽക്കുക. നിങ്ങൾക്കായി ഞാൻ നിലവിളിക്കാൻ പോകുന്നു. എന്റെ അപ്പൻ നിങ്ങളെ തൊടും. ആമേൻ. നിങ്ങളെപ്പോലെ 15-20 ആണ്ടുകൾക്ക് മുമ്പ് ഞാനും നിലവിളിച്ച ആളാണ്. എനിക്ക് വേണ്ടി ആർ പ്രാർത്ഥിക്കാം? എനിക്ക് വേണ്ടി ആർ പ്രാർത്ഥിക്കാം? എന്റെ ഭയപ്പാട് ആരെടുത്തു മാറ്റും? കർത്താവേ, എന്റെ സഹോദരങ്ങളോട് മനസ്സിലിയണമേ, അങ്ങയുടെ കുഞ്ഞുങ്ങളോട് മനസ്സിലിയണമേ. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിച്ചു കളക, ഇപ്പോൾ പൊട്ടിച്ചു കളക. ഹൃദയം തുറക്കുക. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. മറ്റെല്ലാവരുടെ കരമം ഈ കുഞ്ഞുങ്ങളെ നോക്കി ഉയർത്തുക. സഹോദരങ്ങൾ, മറ്റെല്ലാവരുടെ കരമം ഈ കുഞ്ഞുങ്ങളെ നോക്കി ഉയർത്തുക, ഉയർത്തി പ്രാർത്ഥിക്കുക. ആരും കണ്ണുകൾ തുറക്കരുത്, ആരും കണ്ണുകൾ തുറക്കരുത്. ഇപ്പോൾ അനേകർ അഭിഷേകിക്കപ്പെടും. എന്റെ അനുജൻ അനുജത്തിമാർ കരം ഉയർത്തിക്കൊള്ളുക, 2 കരകം. ആമേൻ, ആമേൻ. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. 2 കരം ഉയർത്തിയാട്ടെ, 2 കരം ഉയർത്തിയാട്ടെ.
യേശപ്പാ എന്റെ ഉള്ളിൽ വരണമേ. വാ തുറന്ന് പറയുക, യേശപ്പാ എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ. വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്. യേശുവേ, ഇവർക്ക് കൊടുപ്പാൻ എന്റെ കരത്തിൽ ഒന്നുമില്ല പിതാവേ. അങ്ങയുടെ അത്ഭുത കരം ഇവൽ ഇറങ്ങട്ടെ രാജാ, ഇവൽ ഇറങ്ങട്ടെ അപ്പാ, ഇവൽ ഇറങ്ങട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഉയർത്തിയ കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. ഭയം മാറിപ്പോകട്ടെ, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം മാറിപ്പോകട്ടെ, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം ടെൻഷൻ മാറിപ്പോകട്ടെ, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം ടെൻഷൻ ഇപ്പോൾ മാറിപ്പോകട്ടെ. ടി 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 അഭിഷേകത്തി, അഭിഷേകത്തി ഈ സഹോദരങ്ങളിൽ അപ്പോൾ അപ്പോൾ ബോധം കെട്ടി വീഴുന്ന 6 വ്യക്തികളുണ്ട്. സഹോദരിമാരുടെ ഭാഗത്ത് 4 പേർ, സഹോദരന്മാരുടെ ഭാഗത്ത് 2 പേർ. നിങ്ങൾ ഊടാടുന്ന സൈത്താന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ തകർക്കുന്നു. ഇനി ആ രോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാതെ എഴുന്നേറ്റ് നടക്കുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട്. യേശു അവരെ തൊടുന്ന് ശവിക്ക് നൽകുന്നു, ശവിക്ക് നൽകുന്നു. അപ്പൻ അമ്മയില്ലാത്ത അനാട് 3 വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. യേശു കർത്താവേ, ആ 3 വ്യക്തികൾക്കും ഉയർന്ന ജയം കൊടുക്കണമേ, രോഗം മാറ്റിക്കൊടുക്കണമേ, വിശപ്പ് മാറ്റിക്കൊടുക്കണമേ. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. തീ 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 നിങ്ങളിൽ അഭിഷേക തീ വ്യാപരിക്കുന്നു. ആമേൻ. മന്ദ ബുദ്ധി മാറിപ്പോകട്ടെ. ജ്ഞാനം വയ്ക്കണമേ, ദൈവ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ഗ്രഹിക്കുന്ന എബിലിറ്റി കൊടുക്കണമേ. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. തോൽക്കുമെന്ന് ഭയത്തോട് നിൽക്കുന്ന അനേകരെ കർത്താവ് തൊടുന്നു. തോൽക്കുമെന്ന് ഭയത്തോട് നിൽക്കുന്ന അനേക അനുജത്തിമാര് കർത്താവിനെ തൊടുന്നു. നിങ്ങൾക്ക് തോൽവി ഭയം വേണ്ട, ജയം കർത്താവ് ദൃഢവിശ്വാസം നൽകുന്നു, ദൃഢവിശ്വാസം നൽകുന്നു. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. ആറാണി ലക്ഷ്മി പ്രിയ, ലക്ഷ്മി പ്രിയ ഉന്നത ജയം. നിങ്ങൾ യേശുവിന്റെ സന്നിധിയിൽ വന്നതുകൊണ്ട് ലക്ഷ്മി പ്രിയ ഉന്നത ജയം നൽകുന്നു. ഹല്ലേലൂയ. പുതു ശക്തി വ്യാപരിക്കുന്നു. ആറാണി രഞ്ജിത്ത്, രഞ്ജിത്ത് കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു. നിങ്ങളെ അധ്യാപകന്മാർക്ക് വേണ്ട, അപ്പൻ അമ്മയ്ക്ക് വേണ്ട. യു ആർ എ നോട്ടി ബോയ് ഇൻ ദ സൊസൈറ്റി. രഞ്ജിത്ത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന മകന്. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഉന്നത ജയം കൊടുക്കണമേ, ഉയർന്ന മാർക്ക് കൊടുക്കണമേ, ശരീര സുഖം കൊടുക്കണമേ, ദൈവജ്ഞാനം കൊടുക്കണമേ. അഗ്നി വ്യാപരിക്കുന്നു. അത് IAS IPS പരീക്ഷയായാലും, അത് എൻട്രൻസ് പരീക്ഷയായാലും, അത് എലമെന്ററി പരീക്ഷയായാലും, അത് SSLC പരീക്ഷയായാലും, കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുമ്പോൾ അങ്ങ് കൂടെ പ്രവേശിക്കണമേ. തൊട്ടതിനായി നന്ദി. ഇരിക്കണം. അവസാനം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ 11-ാം അധ്യായം 40-ാം വചനത്തിൽ ദൈവ പൈതലേ, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആബ്രഹാം പിതാവിനെ കുറിച്ച് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വചനത്തിൽ, ഐസയ പ്രവചനം 41-8-ാം വചനത്തിൽ, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 13 വചനത്തിൽ ആബ്രഹാം ധൈര്യശാലി. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 2 വചനത്തിൽ ആബ്രഹാം സമ്പന്നൻ. ഉൽപ്പത്തി പുസ്തകം 23 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലെ ദൈവത്തിന്റെ പ്രഭു ആബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 1 വചനം നമ്മെ പഠിപ്പിക്കുന്നു, ആബ്രഹാമിന് ദൈവം സർവത്തിലും അനുഗ്രഹിച്ചിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആബ്രഹാം ധൈര്യശാലി, ആബ്രഹാം സമ്പന്നൻ, ആബ്രഹാമിനെ എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ചിരുന്നാലും അവന്റെ നോട്ടം ഇവിടെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നോട്ടം സ്വർഗത്തിലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 8 വചനം മുതൽ ശ്രദ്ധിപ്പേൻ. എബ്രായർ 11:8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതാണ് വിശ്വാസം. ഇവിടെ സമ്പന്നൻ, ഇവിടെ ദൈവത്തിന്റെ പ്രഭു, ഇവിടെ ദൈവത്തിന്റെ സ്നേഹിതൻ, എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ചിരുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനമുള്ള ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ സ്വർഗത്തിനായി അവൻ കാത്തിരുന്നു. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. ആ വിശ്വാസം മുഖാന്തരം അവൻ ദൈവനാമ മഹത്വം അവൻ കണ്ടെത്തി. ലൂക്കോസ് സുവിശേഷം 16 അധ്യായം 22 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവന്റെ മടിയിലാണ് 175 വയസ്സിൽ ആബ്രഹാം മരിച്ച് സ്വർഗത്തിലെടുക്കപ്പെട്ട് പഴയ നിയമ ഭക്തന്മാർ ഒക്കെയും പാതാളത്തിലേക്ക് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവനെ സ്വർഗത്തിലേക്ക് എടുത്ത് ലൂക്കോസ് 16:22 ആബ്രഹാമിന്റെ മടി പഴയ നിയമ ഭക്തന്മാരുടെ സ്വർഗമായി ദൈവം മാറ്റിക്കൊടുത്ത് അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ട് ക്രിസ്തു വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. നമുക്ക് എഴുന്നേൽക്കാം. സ്തോത്രം, 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 സ്തോത്രം. വാ തുറക്കാം, വാ തുറക്കാം. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് രാജാവിനെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് യേശുവിനെ സ്തുതിച്ചാട്ടെ. എല്ലാരും 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 ഉള്ളു തുറക്കാം, ഉള്ളു തുറക്കാം, ഉള്ളു തുറക്കാം. നിലവിളിക്കുക, നിലവിളിക്കുക. ഇത് അത്ഭുതത്തിൻ സമയം. ആരും അങ്ങുമിങ്ങും ചലിക്കരുത്, ആരും അങ്ങുമിങ്ങും ചലിക്കരുത്. നമ്മുടെ മുമ്പിൽ 5 മിനിറ്റ് യേശു കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വർഗം താണിറങ്ങി വരുന്ന സമയമാണ്, സ്വർഗം താണിറങ്ങി വരുന്ന സമയമാണ്. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം ബാഗ് താഴെ വെച്ചിക്കൊണ്ട് 2 കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഞാൻ നിങ്ങൾക്കായി നിലവിളിക്കാൻ പോകുന്നു. എന്റെ ദൈവം ഇറങ്ങി വരും, എന്റെ ദൈവം ഇറങ്ങി വരും, എന്റെ ദൈവം തന്റെ ജനത്തിനായി ഇറങ്ങി വരും. ഇന്ന് ഇന്ന് വിശ്വസിക്ക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിക്ക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ക്രിസ്തു വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കരമുയർന്നോട്ടെ,
കരം ഉയർന്നട്ടെ, കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാരിലും, എല്ലാരിലും. എന്റെ ദൈവമേ, ഈ ജനത്തോട് മനസ്സലിയണമേ, ഈ ജനത്തോട് മനസ്സലിയണമേ. കരമുയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, കരമുയർത്തി കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാരിലും, 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 എല്ലാരിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാ തുറക്കുക. യേശുവേ, എന്റെ ഉള്ളിൽ കടന്നു വരണമേ. യേശുവേ, എന്റെ ഉള്ളിൽ കടന്നു വരണമേ. വാനം നിന്നിൽ ഇറങ്ങി വരുന്നു, സ്വർഗം നിങ്ങളിൽ ഇറങ്ങി വരുന്നു. എല്ലാരിലും ബന്ധനക്കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനക്കെട്ടുകൾ പൊട്ടുന്നു. വാ തുറന്ന് സ്തുതിച്ചാട്ടെ, വാ തുറന്ന് സ്തുതിച്ചാട്ടെ. മാന്ത്രിക കെട്ടുകളിൽപ്പെട്ട്, സാത്താന്റെ പദ്ധതിയിൽപ്പെട്ട് ഞാനിനി എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യും? ഉറക്കം നഷ്ടപ്പെട്ട്, ബിസിനസ് നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് തടസ്സം അനുഭവിക്കുന്ന അനേകരിൽ കർത്താവിന്റെ അഭിഷേക തീ ഇപ്പോൾ ഇറങ്ങുന്നു, ഇപ്പോൾ ഇറങ്ങുന്നു. ദൈവ പൈതലെ നിലവിളിച്ചാട്ട്, നിലവിളിക്കുന്നവനെ വിടുവിക്കുവാൻ യേശു ഇവിടെ ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും. തീ 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 അഭിഷേക തീ. ദൈവ മക്കൾക്ക് വിരുദ്ധമായി ചെയ്യപ്പെട്ട മാന്ത്രിക കെട്ടുകൾ ഇപ്പോൾ പൊട്ടുന്നു, ഇപ്പോൾ പൊട്ടുന്നു. നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വിരുദ്ധമായി ചെയ്യപ്പെട്ട മാന്ത്രിക കെട്ടുകൾ ഇപ്പോൾ പൊട്ടുന്നു. Set your people free, set your children free. എന്റെ ദൈവമേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ മോചിക്കണമേ. ദുഷ്ടന്റെ കരത്തിൽ നിന്ന്, ദുഷ്ടൻ ഭയച്ച ചങ്ങലയിൽ നിന്ന് ഇപ്പോൾ മോചിക്കണമേ. അഗ്നി വ്യാപരിക്കുന്നു. വിടുതൽ, 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 വിടുതൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ചന്ദ്രിക, ചന്ദ്രിക, നിങ്ങൾ അലക്കളിക്കുന്ന ദുഷ്ടന്റെ കരം മുറിയുന്നത് ഞാൻ കാണുന്നു. ഇനി പാപം ചെയ്യരുത്, ഇനി പിന്മാറി പോകരുത്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആരാണി സുന്ദരൻ, സുന്ദരൻ, പാപക്കെട്ടുകൾപ്പെട്ട് വന്നിരിക്കുന്ന സുന്ദരൻ, നിങ്ങളെ നിയന്ത്രിക്കുന്ന സാത്താന്റെ കരം ഇന്നോട് മുറിഞ്ഞു പോകുന്നു യേശുവിൻ നാമത്തിൽ. കമലാബായ്, ഉറക്കെ നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന കമലാബായ്, കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു. സുബോധം നഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്ന അനേകരോട് ദൈവം മനസ്സലിയുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. ഭർത്താവ് മദ്യപാനായി പോയി, ചീത്ത കൂട്ടുകെട്ടിൽ മക്കൾ അകപ്പെട്ടു പോയി. കുടുംബം ഒരു നരകമാണ്, കുടുംബം നരകമാണ്. യേശുവേ, മനസ്സലിയണമേ. കുടുംബത്തിൽ സമാധാനത്തിനായി നിലവിളിക്കുന്നവരോട് ദൈവം ഇപ്പോൾ മനസ്സലിയുന്നു. എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണം, എന്റെ ഭാര്യ രക്ഷിക്കപ്പെടണം, എന്റെ മക്കൾ രക്ഷിക്കപ്പെടണം, എന്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടണം, എന്റെ സഭ രക്ഷിക്കപ്പെടണം, എന്റെ പാസ്റ്റർ രക്ഷിക്കപ്പെടണം, എന്റെ സമൂഹം രക്ഷിക്കപ്പെടണം. എന്നെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്ന അനേകരെ ദൈവം തൊടുന്നത് ഞാൻ കാണുന്നു. തീ 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 കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. രാജാ വന്നിട്ടുണ്ട്. രക്ഷിക്കുന്ന സിംഹമായി, രക്ഷിക്കുന്ന സിംഹമായി, രക്ഷിക്കുന്ന സിംഹമായി. നിന്റെ ഭർത്താവിന്, നിന്റെ ഭാര്യയെ, നിന്റെ പാസ്റ്ററെ, നിന്റെ മക്കളെ, നിന്റെ മന്ത്രിയെ, നിന്റെ സമൂഹത്തെ രക്ഷിക്കുന്ന സിംഹമായി കർത്താവ് വന്നിട്ടുണ്ട്.
വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. അഗ്നി 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 അഭിഷേക തീ 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 അഭിഷേക തീ നിറയുക നിറയുക. കാഴ്ചക്കാരായി നിൽക്കല്ലേ, കാഴ്ചക്കാരായി നിൽക്കല്ലേ, കാഴ്ചക്കാരായി നിൽക്കല്ലേ, കാഴ്ചക്കാരായി നിൽക്കല്ലേ, കാഴ്ചക്കാരായി നിൽക്കല്ലേ. തീ 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 അഭിഷേകത്തിൽ നിറഞ്ഞാട്ടെ, അഭിഷേകത്തിൽ നിറഞ്ഞാട്ടെ. നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു, ഹല്ലേലൂയ, നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു. അപ്പാ കടം ഭാരം മാറിപ്പോകട്ടെ, കടം ഭാരം മാറിപ്പോകട്ടെ. ഇവർ അനുഭവിക്കുന്ന ടെൻഷൻ നടിവിടാതെ, ഇവർ ചുമക്കുന്ന ഭാരം നടിവിടാതെ. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവർ അനുഗ്രഹിക്കണമേ, ഇവിടെ തലമുറ അനുഗ്രഹിക്കണമേ. ഇപ്പോ അനുഗ്രഹത്തിൻ കരം വ്യാപരിക്കട്ടെ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമം ആശമേ. ഇനി ശോകമില്ല, ജയം നാമം ആശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിടാം തന്റെ പ്രിയ ജനമേ. കരമുയർത്തി, കരം തട്ടി, കരം ഉയർത്തി, കരം തട്ടി, കരം ഉയർത്തി, കരം തട്ടി. എല്ലാവരും ശാപങ്ങൾ തകർന്നിടും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിടാം തന്റെ പ്രിയ ജനമേ. ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം. കൃപ 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 ദൈവ കൃപ നിങ്ങളിൽ 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 ആത്മാവിൽ നിറഞ്ഞാട്ടെ, ആത്മാവിൽ നിറഞ്ഞാട്ടെ, ആത്മാവിൽ നിറഞ്ഞാട്ടെ, അഗ്നികൾ നിറഞ്ഞാട്ടെ. നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു. ക്രൈസ്റ്റ് ഇൻ യു, ക്രൈസ്റ്റ് ഇൻ യു, ക്രൈസ്റ്റ് ഇൻ യു. നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു, നിങ്ങളിൽ ക്രിസ്തു. നിറയുക, 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 നിറയുക. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാനം കൽപ്പിക്കുവാൻ, നിങ്ങളുടെ നിലവിളിക്ക് യെസ് പറയുവാൻ അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ക്യാൻസർ രോഗികളെ കർത്താവ് തൊടുന്നു, പോളിയോ മയോസിസ് രോഗികളെ കർത്താവ് തൊടുന്നു, വലിയ രോഗികളെ കർത്താവ് തൊടുന്നു, മക്കളില്ലാത്തവരെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യം പാരമ്പര്യമായി രോഗക്കെട്ടുകൾ പെട്ട് എത്തിയിരിക്കുന്ന അനേകരെ കർത്താവ് തൊടുന്നു. ശപിക്കാം, 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 ശപിക്കാം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. വിടുതൽ, 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 വിടുതൽ. നോ മോർ സിക്നസ്, നോ മോർ സിക്നസ്. ഇനി വ്യാധിയില്ല, ഇനി രോഗമില്ല. തൊട്ടതിനായി നന്ദി, നയമാന്റെ ശരീരം നൽകിയതിനായി നന്ദി, നന്ദി, നന്ദി. നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ. തീ കത്തുന്നു, നിങ്ങളുടെ ഉള്ളിൽ തീ കത്തുന്നു, സ്വർഗത്തിലെ തീ കത്തുന്നു. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തീ കത്തുന്നു, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തീ കത്തുന്നു. തൊട്ടതിനായി നന്ദി. ഇരിക്കാം. ജീസസ്
പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് നമ്പർ 20, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം 695121. ഫോൺ നമ്പർ 0471220100. ഗീതം പാടിടാ, മാറിപ്പോകുമേ. ഗീതം പാടിടാ.